CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വലിയ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവരിപ്പോൾ ഒരു ഒറ്റയടി പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ച് അവരിപ്പം ഒരു കടൽപ്പാലത്തിൻ്റെ അറ്റത്താണ് വന്ന് നിൽക്കുന്നത്. ഹിന്ദുവിനൊരു അടി കൊടുത്തപ്പോൾ ഇപ്പുറത്തും കൊടുക്കണ്ടേ? അപ്പോൾ അതിലാണ് സമസ്തയുടെ ആ ഒരു സമയക്രമ മാറ്റത്തിൽ ഞങ്ങളുടെ പഠനക്രമത്തിൻ്റെ മതപഠനത്തിൻ്റെ സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ള വേവലാതിക്ക് കയറി പിടിച്ചത്. 1987 EMS ഫോർമുലയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. EMSന്റെ ഫോർമുല പിണറായി വിജയൻ വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, ഇവിടെ ഹിന്ദുത്വ ശക്തികൾ അതെങ്ങനെ വളരാൻ പറ്റുന്നത്? ഹിന്ദുത്വ ശക്തികൾക്ക് ഒരു പേരിലൂടെ ഇല്ലല്ലോ. അന്നും EMS പറഞ്ഞു ഇതൊരു സബ്മറൈനാണ്. ഇത് അന്തർവാഹിനിയായിട്ട് ഇങ്ങനെ കടലിൻ്റെ അടി കിടക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു കുഴൽ മാത്രമേ കാണുന്നുള്ളൂ. ഇത് പൊങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടത് മുന്നണി മറ്റൊരു രാഷ്ട്രീയ തന്ത്രം പയറ്റുകയാണോ? അതായത് വേറൊരു വഴി വെട്ടിത്തെളിച്ച് അതിലെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണോ? തങ്ങൾ ഒരു മതവിഭാഗത്തിൻ്റെയും നിയന്ത്രണത്തിലല്ല, ആരെയും തങ്ങൾ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ശക്തമായി ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ടുള്ള ബോൾഡ് സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത്. അതിന് കാരണമായി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് സ്കൂൾ സമയക്രമത്തിൽ വരുത്തിയ മാറ്റമാണ്. ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ചില സംഘടനകളുടെ എതിർപ്പ് ശക്തമായി മുന്നോട്ട് വന്നിട്ട് പോലും പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ പിന്തുണയില്ലാതെ ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങളിന്നിവിടെ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ശ്രീ വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ? കാരണം ആദ്യം ഇടതുപക്ഷത്തെക്കുറിച്ച് കേട്ടത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഹിന്ദു വോട്ട് തങ്ങളിൽ നിന്നും ചോർന്നു പോകുന്നു എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണം ഉയർന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവ വികാസത്തിൽ ശക്തമായി മുന്നോട്ട് പോകും എന്ന തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് മന്ത്രി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരുമായിട്ടും ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ തീരുമാനം മാറ്റില്ല എന്ന്. ഈ ഒരു സ്റ്റെപ്പ് എടുത്തതിനെ നമുക്കൊരു രാഷ്ട്രീയ നയ മാറ്റം അല്ലെങ്കിൽ ഒരു തന്ത്രം അതായി കാണാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു തന്ത്രമുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം നിലമ്പൂർ ഇലക്ഷന് ശേഷം ഒരുപാട് റീതിങ്കിങ്ങിന് CPM തയ്യാറായിട്ടുണ്ട്. നിലമ്പൂരിന് മുമ്പ് അവർ ഒരു ഹിന്ദു പ്രീണന നയം കൊണ്ടുവന്നതാണ്. RSSനെയും വേണമെങ്കിൽ കൂട്ടാം, RSSുമായി തൊട്ടുകൂടായ്മ ഇല്ല എന്നുള്ള മട്ടിൽ വരെ ഗോവിന്ദ മാഷ് സംസാരിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അത് RSSനെ കൂടെ കൂട്ടാൻ വേണ്ടി ആയിരിക്കില്ല, RSSനെ കൂട്ടാനല്ല, അത് ഹിന്ദുക്കളുടെ ഒരു സെന്റിമെന്റിനെ ഒന്ന് മയപ്പെടുത്താനും അത്തരത്തിൽ മുറിവേറ്റ കുറേയേറെ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതെന്ന് തോന്നുന്നു. പക്ഷേ അത് മലപ്പുറത്ത്, നിലമ്പൂർ മാത്രമല്ല മലപ്പുറത്തും മറ്റ് പ്രദേശങ്ങളിലും മുസ്ലിങ്ങളിലൊരു അതിർത്തി ഉണ്ടാക്കുകയും CPM ഒരു RSSനെ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയായി മാറുന്നു എന്നൊരു തോന്നലുണ്ടാക്കുകയും ചെയ്തപ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് RSSനെതിരെയും പറഞ്ഞുകൊണ്ട് വരികയൊക്കെയുണ്ടായി. എന്തായാലും ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തങ്ങളെ കൈവിടുന്നു എന്നുള്ള സംശയം. അത് ഇന്നല്ല തുടങ്ങിയത്, അത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ 24 പാർലമെൻറ്റ് ഇലക്ഷൻ മുതൽ അവർക്ക് ബോധ്യമായി തുടങ്ങി. അതായത് കണ്ണൂർ പോലുള്ള മാർക്സിസ്റ്റ് കോട്ടകളിൽ പോലും പണ്ടത്തെ അപേക്ഷിച്ച് 100% ഗ്രോത്താണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. 100%. കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ ഇരട്ടി വോട്ട്. എണ്ണം തുച്ഛമായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും ആ ഗ്രോത്ത് 100% ആണ്. 80 to 100% ആണ് പല മണ്ഡലങ്ങളിലും വന്നിരിക്കുന്നത്. അതവരെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കരുതുന്നുണ്ടാകണം, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്തു എന്ന് വേണ്ട, അതെ, നമ്മൾ മതേതര നിലപാടുമായി സ്ട്രോങ് ആയി മുന്നോട്ട് പോകും എന്ന ഒരു നിലപാടിലേക്ക് മാറുകയാണോ പല? അതിന് ഏറ്റവും പറ്റിയത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. വിദ്യാഭ്യാസം സാംസ്കാരികം ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ കുട്ടികളിലും അച്ഛനമ്മമാരിലും മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒക്കെ ഇതങ്ങ് പെട്ടെന്ന് പ്രചരിക്കും. അപ്പോൾ അത് കൂടുതൽ എഫക്റ്റീവായിട്ട് അവർക്ക് നടപ്പിലാക്കാൻ, അവരുടെ തന്ത്രം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം
CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വലിയ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവരിപ്പോൾ ഒരു ഒറ്റയടി പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ച് അവരിപ്പം ഒരു കടൽപ്പാലത്തിൻ്റെ അറ്റത്താണ് വന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, പറക്കാനോ അല്ലെങ്കിൽ മറ്റൊരു നാവിക താവളത്തിലോ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ അഗാധ കൃതത്തിലേക്കായിരിക്കും പോവുക. അവർ റിയലൈസ് ചെയ്യുന്നുണ്ടോ? കാരണം ഒരു മൂന്നാം പിണറായി അല്ലെങ്കിൽ മൂന്നാം ടേം സ്വപ്നം കണ്ട് മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിലുള്ള വിലയിരുത്തലുകളും സാധ്യതകളും കൽപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ വളരെ ആശങ്കയിലായിരുന്നു. എന്നാൽ സമീപകാലത്തെ ചില ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് ആണെങ്കിൽ തന്നെയും സമൂഹത്തിൽ ഉയർന്നു വന്ന ചർച്ചകളാണെങ്കിൽ തന്നെയും കോൺഗ്രസ് തമ്മിലടിച്ച് നിൽക്കുകയാണെങ്കിൽ കൂടി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കില്ല, മറ്റേതെങ്കിലും ഒരു മുന്നണി വന്നാൽ മതി, ഭരണവിരുദ്ധ വികാരം അത്രയും ശക്തമാണ് എന്ന ഒരു റിപ്പോർട്ട് ഇന്റലിജൻസിൽ നിന്നും ഇടതുപക്ഷ നേതൃത്വത്തിന് പിണറായി വിജയന് വ്യക്തമായി കിട്ടിയിട്ടുണ്ട്. കാരണം ആൻറ്റി ഇൻകമ്പൻസി അഥവാ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് കേരളത്തിൽ. തീർച്ചയായിട്ടും ഒരു വൻ പരാജയത്തിലേക്കാണ് LDF പോവുക എന്നുള്ളത് അവർക്ക് ബോധ്യമായി. ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതിന് ചുവട് മാറ്റം അത്യാവശ്യമാണെന്നുള്ളത് പിണറായി വിജയന് ബോധ്യമായിട്ടുണ്ട്, പാർട്ടിയിലെ ഉന്നതർക്ക് ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശകലനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നു വരികയുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ആയിരിക്കണം. ഭാരതാംബെ വിഷയത്തിൽ ആദ്യം പിന്നെ ഒരു എതിർപ്പ് വന്നു. ആ എതിർപ്പ് വളരെ സൗഹൃദത്തിൽ നിന്ന് ഗവർണറെ പിണക്കിക്കൊണ്ടാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ബോധപൂർവം നടത്തിയത് തന്നെയാണ്. അതിന് അല്ലെങ്കിൽ CPIയുടെ ഒരു മന്ത്രിക്കൊന്നും അങ്ങനെ കിടന്ന് വിലസാനായിട്ട് പ്രസാദിനെ പോലൊരു മന്ത്രിക്കൊന്നും അവസരം പിണറായി വിജയൻ നൽകില്ല. എനിക്കൊന്ന് അത് CPIയുടെ മന്ത്രിമാർ അങ്ങനെ വിലസണ്ട എന്ന് കരുതിയിട്ടായിരിക്കുമോ പിന്നീട് വന്ന CPM-ന്റെ മന്ത്രി? അതിനോടൊപ്പം തന്നെ പിന്നെ പാദപൂജ വന്നു. അപ്പോൾ പാദപൂജയിലും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇടപെട്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ അപ്പോൾ ഹിന്ദുവിനൊരടി കൊടുത്തപ്പോൾ ഇപ്പുറത്തും കൊടുക്കണ്ടേ? അപ്പോൾ അതിലാണ് സമസ്തയുടെ ആ ഒരു പിന്നെ സമയക്രമ മാറ്റത്തിൽ ഞങ്ങളുടെ പഠനക്രമത്തിൻ്റെ മതപഠനത്തിൻ്റെ സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ള വേവലാതിക്ക് കയറി പിടിച്ചത്. അപ്പോൾ അതിലും അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നോക്കില്ല, ഇതെല്ലാ ലക്ഷക്കണക്കിന് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ്, അതുകൊണ്ട് ഇത് സമയക്രമം നമുക്ക് ഡിസ്കഷൻ ആവാം, പക്ഷേ അതിനകത്ത് വലിയ മാറ്റമൊന്നും ഇല്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം കൊണ്ടുപോയത്. എനിക്കൊന്നും ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ സൂംബ വളരെ വലിയ വിഷയമായിട്ടുണ്ട്. എനിക്കൊന്ന് പാദപൂജ വിഷയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഭാരതാംബയും DYFIയിലും ഒക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. അതിനുശേഷം സമയക്രമത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പിന്നെ ചേഞ്ച് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വകുപ്പുകളാണ്. വിദ്യാഭ്യാസ വകുപ്പും സാംസ്കാരിക വകുപ്പും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തള്ളിക്കയറ്റാൻ പറ്റുന്ന രണ്ട് വകുപ്പുകളാണ്. അപ്പോൾ അവിടെ ബോധപൂർവമായൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാരണം ഇതിന് പ്രത്യേകിച്ച് അതിന് നിയോഗിച്ചത് പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ്. രാഷ്ട്രീയം പറയാൻ ഇപ്പോൾ വിദ്യാഭ്യാസം പറയാൻ അത്ര പോരെങ്കിലും രാഷ്ട്രീയം പറയാൻ ശിവൻകുട്ടിയെ പോലെ പറ്റിയ ഒരാളിപ്പോൾ ഈ മന്ത്രിസഭയിൽ. വേറൊരു കാര്യം, നമ്മളിപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ പറയാൻ അദ്ദേഹം മിടുക്കനല്ലെങ്കിലും ചെയ്യാൻ മിടുക്കനാണെന്ന് ചിലർ മിടുക്കനാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വളരെ മാറ്റങ്ങൾ വരുത്താനായിട്ട് അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. ട്രേഡ് യൂണിയനിസം അല്ലെങ്കിൽ സർവീസ് സംഘടന ഹൈപ്പ് ഒന്ന് ചവിട്ടിത്താക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ അപേക്ഷിച്ച് ഈ വകുപ്പ് വളരെ മനോഹരമായിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത് വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ നോക്കാൻ അവിടെ വേറെ ഒരുപാട് പേരുണ്ട്. അല്ല, ഉന്നത വിദ്യാഭ്യാസം നമുക്ക് ഇവിടെ ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കാനേ സാധിക്കില്ല. അല്ല, അത് താരതമ്യം ചെയ്യാനേ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം. അതാണ് ഈ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന അങ്ങനെ ഒരു ദൗത്യം പിണറായി വിജയൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയുള്ള സംസാരം. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത, ഒരു 30ഓളം മണ്ഡലങ്ങളിൽ BJPക്ക് മേൽക്കൈയുണ്ട്. ആ മേൽക്കൈ അവർ തുടർന്നാൽ ഒരുപക്ഷേ അത് കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമല്ല CPM-ൻ്റെ വോട്ടും അങ്ങോട്ട് കൊണ്ടുപോവുകയും പല സീറ്റുകളിൽ അവർ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുമോ എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. അതോടൊപ്പം മുസ്ലിങ്ങളുടെ വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞ വലിയൊരു വൈതരണിയിലാണ് CPM വന്ന് പെട്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇതുപോലെ നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ദോഷമായി വരും, വളരെ ദോഷമായി വരും. കോൺഗ്രസിന് സീറ്റ് കിട്ടും, ഒപ്പം തന്നെ പോലെ BJP നിർണായകമായ ചില സീറ്റുകളിൽ അവർ വിജയിക്കുകയും പല സീറ്റുകളിൽ അവർക്ക് CPM-ന് തോൽവി ഉണ്ടാക്കി കൊടുക്കാനും കഴിയും. കാരണം ഹിന്ദു വോട്ടുകൾ അവിടുന്ന് ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. മുസ്ലിം വോട്ടുകൾ അതുപോലെ അപ്പുറത്തോട്ട് വന്നില്ലെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടാണ്
ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം. ഇതെനിക്ക് തോന്നുന്നത് ഒരു 1987 EMS ഫോർമുലയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. EMSന്റെ ഫോർമുല പിണറായി വിജയൻ വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണ് എന്നാണ് തോന്നുന്നത്. കാരണം 1985 ഷാബാനു കേസ് വന്നപ്പം മുതൽ EMS ഒരു ജനാധിപത്യ മതേതര മുന്നണിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അതിനു മുമ്പേ അദ്ദേഹം 1984 തിരുവനന്തപുരത്ത് കേരളവർമ്മ തെങ്ങടയാളത്തിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായി 1,10,000 വോട്ട് നേടി വിജയിച്ചപ്പോൾ തന്നെ അതൊരു ഷോക്കായിരുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം ക്രാന്തദർശിയായ EMSന് മനസ്സിലായി ഇങ്ങനെ പോയാൽ ഒരു 10 വർഷത്തിനകം നമ്മുടെ കാലിലെ മണ്ണ് ഒലിച്ചു പോവുകയും ഇവിടെ BJP വലിയ ശക്തിയായി തീരുകയും ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ആ ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം 85 ഒരു നയം സ്വീകരിച്ചു. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് അവരുടെ കൂടെയാണ് നിന്നിരുന്നത്. അവിടെ കോഴിക്കോട് തന്നെ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, 8ഉം കെട്ടാം 10ഉം കെട്ടാം, ഇഷ്ടം വന്നില്ലെങ്കിൽ മൊഴിയും ചൊല്ലാം എന്നുള്ള ലൈൻ ശരിയല്ല. ഇത് സുപ്രീം കോടതി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇവിടെ അതുപോലെ തന്നെ ജീവനാംശം കൊടുക്കേണ്ടതാണ് എന്ന് തുടങ്ങി അദ്ദേഹം ആരും പറയാത്ത, അന്ന് വരെ ആരും അത്രത്തോളം ധൈര്യപ്പെട്ടിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അത്ര ഭയങ്കരമായ ശക്തിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് പലരും പേടിച്ചു പോയി. കാരണം അന്ന് ഈ യാഥാസ്ഥിതിക നിലപാടുകൾ കുറെ കൂടി ശക്തമാണ്. ആ നിലപാട് സ്വീകരിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. അതെ, അതുപോലെ തന്നെ ശരീഅത്തിനെയൊക്കെ അദ്ദേഹം ആക്രമിക്കാൻ തുടങ്ങി. ശരീഅത്ത് നിയമത്തിനെ കുറിച്ചൊക്കെ ആക്രമണം തുടങ്ങി. അത് സുപ്രീം കോടതി പറഞ്ഞതിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയുടെ ഭരണഘടനയാണ് പ്രധാനം, അല്ലാതെ ശരീഅത്ത് നിയമമല്ല ഇവിടെ പ്രധാനം, അതുകൊണ്ട് ഷാബാനുവിന് ജീവനാംശം കൊടുക്കണം എന്നാണ് വന്നത്. പക്ഷേ കോൺഗ്രസ്, രാജീവ് ഗാന്ധി ഗവൺമെൻറ് അപ്പോൾ തീരുമാനിച്ചത് അതിനൊരു നിയമമാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ നിയമമാറ്റം കൊണ്ടുവന്നിട്ട് ഒന്നുകിൽ വനിതയുടെ, അതായത് പിന്നെ മൊഴി ചൊല്ലുന്ന സ്ത്രീയുടെ കുടുംബം അല്ലെങ്കിൽ വഖഫ്, ഇവരാരെങ്കിലും അവർക്ക് ജീവനാംശം കൊടുക്കണം, അല്ലാതെ ഭർത്താവല്ല കൊടുക്കേണ്ടത് എന്ന രീതിയിൽ ഒരു നിയമം തട്ടിക്കൂട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതും കൂടെ വന്നപ്പോൾ അത് രാജ്യവ്യാപകമായിട്ട് വളരെ ആക്ഷേപമായി വരികയും കോൺഗ്രസിൻ്റെ അധപ്പതനത്തിന് ഇത് കാരണമാക്കുകയും സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല, ഒരിക്കലും ആർക്കും യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ ഇതിനെ കവർ ചെയ്യാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാനായിട്ട് പിന്നെ രാമജന്മഭൂമിയുടെ പുറത്ത് വെച്ചിരുന്ന ശിലയെടുത്ത് അകത്ത് വയ്ക്കാനുള്ള സൗകര്യവും കൂടി ചെയ്തു കൊടുത്തതോടുകൂടി ഹിന്ദു മുന്നണിക്ക് വളരാൻ വളരെ വളക്കൂറുള്ള മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ക്രാന്തദർശിയായ EMSന് മനസ്സിലായി. EMS അതുകൊണ്ട് 85 തന്നെ ഇന്ത്യൻ യൂണിയൻ, അന്ന് കൂടെ ഇരുന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെയും കൂടെ അപ്പുറത്ത് ചാടിച്ചു. കൂടെ ചവിട്ടി പുറത്താക്കുന്ന പോലെയാണ് ചെയ്തത്. അന്ന് അവർ നേരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് പോയി ലയിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളെല്ലാം അപ്പുറത്തോട്ട് തട്ടി മാറ്റി. എന്നിട്ട് വലത് മുന്നണി ഒരു വർഗീയ മുന്നണിയായും ഇടതു മുന്നണി ജനാധിപത്യ മതേതര മുന്നണിയായിട്ടും മത്സരിക്കാനായിട്ട് 1987 അദ്ദേഹം കളമൊരുക്കി. അത് വേറൊരു ഇതുകൊണ്ടുണ്ട്, അത് രാഘവൻ്റെ ബദൽ രേഖ എന്ന് പറയുന്ന സിദ്ധാന്തത്തിനെ എതിർക്കാനും കൂടെ അതിനൊരു കാരണമായിരുന്നു. കാരണം രാഘവൻ പറഞ്ഞത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കൂടെ ചേർത്തുകൊണ്ടേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ്. അതിനെ എതിർക്കാനും കൂടെ ഇത് ഉപകരമായി. അങ്ങനെ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ EMS മുന്നോട്ട് പോവുകയും, എല്ലാവരും വിചാരിച്ചത് ശരീഅത്തിനെക്കുറിച്ചൊക്കെ ഇത്ര വലിയ വിമർശനം നടത്തുമ്പോൾ മുസ്ലിങ്ങളെ ഇങ്ങനെ 8ഉം കെട്ടാം 10ഉം കെട്ടാം, വേണ്ടെങ്കിൽ മൊഴിയല്ല എന്നൊക്കെ ഉള്ളത് പറയുന്നത് കേട്ടപ്പം അതൊക്കെ ഭയങ്കര പ്രശ്നമായി വരും, വോട്ട് കിട്ടിയില്ല എന്നാണ്. പക്ഷേ പെട്ടി പൊട്ടിച്ചപ്പോൾ 78 സീറ്റിൽ, അന്ന് 2 സീറ്റിൽ ഇലക്ഷൻ മാറ്റി വെച്ചിരുന്നു, അങ്ങനെ 78 സീറ്റിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരികയും, പിന്നെ 61 സീറ്റോട് കൂടി ജയിക്കുകയും അധികാരത്തിൽ വരികയും 61 സീറ്റ് മാത്രം കോൺഗ്രസിന് മുന്നണിക്കാവുകയും ചെയ്തു. 2 സീറ്റ് പിന്നീട് അവർ പിടിച്ച് അങ്ങനെ ശക്തമായൊരു ഗവൺമെൻറ്, LDF ഗവൺമെൻറ് ഇവിടെ വന്നു. ആ ഗവൺമെൻറ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. നായനാരുടെ 87 ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ ചുവട് പിടിച്ച് അന്ന് അദ്ദേഹം നടപ്പിലാക്കിയ ഈ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അന്ന് പീറ്റർ മില്ലർ എന്ന് പറഞ്ഞ നാഷണൽ ജിയോഗ്രാഫിക്കിൻ്റെ ഒരു ട്രാവൽ റൈറ്റർ ഇവിടെ വന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ EMSനെ കാണാൻ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പോവുകയുണ്ടായി. അന്ന് EMS പറഞ്ഞത് ഇതാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഈ കോൺഗ്രസിൻ്റെ ഭാവി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് മരിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് പറഞ്ഞത് അന്നെന്ന് വെച്ചാൽ രാജീവ് ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ 400 ചില്ലാനം വോട്ടിൻ്റെ സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന സമയമാണ്. അന്ന് അദ്ദേഹം പറയുകയാണ് കോൺഗ്രസ് മരിച്ചു കഴിഞ്ഞു. അപ്പം പീറ്റർ മില്ലറെ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് മരിക്കുകയോ, അവർ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് മരിച്ചു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ 2 നടപടികൾ
അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പ്രീണിപ്പിക്കാനായിട്ട് ചെയ്ത 2 നടപടികളും അവരെ കൊന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഡൈനോസറാണ്. ഡിനോസർ ചത്തു കഴിഞ്ഞാൽ അത് വർഷങ്ങളെടുക്കും, ചിലപ്പോൾ പടർന്നു വീഴാൻ മാസങ്ങൾ ഡെഫിനറ്റായിട്ട് എടുക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ചത്ത ഒരു രൂപമാണ്, കോൺഗ്രസിൻ്റെ രൂപമാണ് നിങ്ങൾ കാണുന്നത്, ഇത് അധികം താമസിയാതെ ഇത് പെട്ടെന്ന് വീഴും എന്നുള്ളതാണ്. ആ ദീർഘവീക്ഷണം അന്ന് പീറ്റർ മില്ലർ പോലും പറഞ്ഞു ഇദ്ദേഹം മണ്ടത്തരമാണോ പറയുന്നത് എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഹിന്ദുത്വ ശക്തികൾ ഇനി ഭയങ്കരമായിട്ട് ഉയർന്നു വരാൻ പോവുകയാണ്. അന്നും പീറ്റർ മില്ലർ ചോദിച്ചു ഹിന്ദുത്വ ശക്തികളോ, ഇവിടെ 2 സീറ്റല്ലേ അന്ന് 84 വാജ്പേയി അദ്വാനി മാത്രമാണ് പാർലമെൻറ്റിൽ പോയത്. 2 സീറ്റേ അന്ന് അവർ ജയിച്ചിട്ടുള്ളൂ. 89 പിന്നെ അത് 88 ജമ്പ് ചെയ്യുന്നത്, 85 മറ്റും. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ് ഇവിടെ ഹിന്ദുത്വ ശക്തികൾ അതെങ്ങനെ വളരാൻ പറ്റുന്നത്, ഹിന്ദുത്വ ശക്തികൾക്ക് ഒരു പേരിലിവിടെ ഇല്ലല്ലോ. അന്നും EMS പറഞ്ഞു ഇതൊരു സബ്മറൈനാണ്, ഓക്കെ, ഇത് അന്തർവാഹിനിയായിട്ട് ഇങ്ങനെ കടലിൻ്റെ അടി കിടക്കുകയാണ്, നിങ്ങൾ ഇതിൻ്റെ ഒരു കുഴൽ മാത്രമേ കാണുന്നുള്ളൂ, ഇത് പൊങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, ആ രീതിയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ അത്രയ്ക്ക് ക്രാന്തദർശിയായിട്ട് അദ്ദേഹം ഇത് പ്ലാൻ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ജനാധിപത്യ മുന്നണി, ജനാധിപത്യ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളുടെയും സോഷ്യലിസ്റ്റുകളുടെയും ഒക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ദേശീയ തലത്തിലും ഇവിടെയും മുന്നോട്ട് വന്നില്ലെങ്കിൽ തീർച്ചയായും BJP അടക്കമുള്ള ഹിന്ദു മുന്നണി അധികാരത്തിൽ വരുമെന്ന് അവർ വിചാരിച്ചു. 87 അതുപോലെ തന്നെ ഹിന്ദു മുന്നണി ഇവിടെ ഉണ്ടായി. രണ്ടാമത് 87 ഹിന്ദു മുന്നണി രൂപപ്പെട്ടു. അങ്ങനെ 3-ാം മുന്നണി ഇവിടെ ഉണ്ടായി. ആദ്യത്തെ 3-ാം മുന്നണിക്ക് ബദലായിട്ടാണ് EMS മതേതര ജനാധിപത്യ മുന്നണി രൂപം കൊടുത്തത്. ഏതാണ്ട് ഇന്ന് അതേ ഒരു അവസ്ഥയിലാണ്. ഇന്ന് 3-ാം മുന്നണി ഉണ്ടെന്ന് മാത്രമല്ല അതിശക്തമായൊരു 3-ാം മുന്നണിയാണ് നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന 3-ാം മുന്നണി പലരും കരുതുന്നത് പോലെയല്ല, അത് EMS പറഞ്ഞ പോലെ ഒരു സബ്മറൈനാണ്. ഇത് പൊങ്ങി വന്ന് ഏതാണ്ട് രൂപം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും പൊങ്ങി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ അവരെ ചില മേഖലകളിൽ പിടിച്ചാൽ കിട്ടില്ല. ഹിന്ദുക്കൾ മെജോറിറ്റിയുള്ള തിരുവനന്തപുരം, കൊല്ലം, പിന്നെ ആലപ്പുഴ തുടങ്ങി തൃശ്ശൂർ, പാലക്കാട്, ഇങ്ങനെ പല മേഖലകളും, ഈവൻ പത്തനംതിട്ട, ക്രിസ്ത്യൻ ബെൽറ്റുകളിൽ പോലും ഇത് ചലനങ്ങളുണ്ടാക്കും. അന്ന് EMS വാൺ ചെയ്തതാണ് ന്യൂനപക്ഷ വർഗീയതയെ എതിർത്തില്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയത കൊണ്ട് കൊടി പാറിക്കും, അത് കേരളത്തിനെയും ഇന്ത്യയും നാശത്തിലേക്ക് നയിക്കുമെന്ന് ഈ പീറ്റർ മില്ലറുടെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ന് ഞാൻ വിശ്വസിച്ചില്ല. അന്ന് പീറ്റർ മില്ലറെ പോലെ എനിക്കും ഡൗട്ടായിരുന്നു ഇദ്ദേഹം എന്തൊക്കെയായി പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കൊണ്ട് പല അബദ്ധങ്ങളും അദ്ദേഹം പറയുന്നുണ്ടോയെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു പോയി. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയത് ഒരു 95-നൊക്കെ ശേഷമാണ് എന്നുള്ളതാണ്. അതിന് ശേഷമാണ് ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും അതുപോലെ ഓരോ ഘട്ടങ്ങളായിട്ട് ഈ 85 എന്നുള്ളത് പിന്നെ 120 ആക്കുന്നു, 161 ആക്കുന്നു, 188 ആക്കുന്നു, ഇങ്ങനെ കയറി വന്ന് 2014 നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം 283 ആ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ്. പിന്നെ രണ്ടാമത് വരുന്നത് 303 സീറ്റുമായിട്ടാണ് 21-ൽ. പിന്നീട് അല്പം വോട്ട് കുറഞ്ഞെങ്കിലും അവരുടെ ബേസ് കുറഞ്ഞില്ല എന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പുകളും മറ്റ് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പുകളും നമ്മളെ കാണിക്കുകയാണ്. അത് EMS പറഞ്ഞത് കറക്റ്റാണ്. സമ്മറൈൻ പൊങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ തകർക്കാൻ മറ്റാർക്കുമില്ല. അപ്പോൾ ഇതേ അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത്. ഇത് ഈ പിണറായി വിജയൻ ഇത് നല്ലപോലെ അറിയാം. കാരണം EMS അന്നെടുത്ത തന്ത്രം എന്തായിരുന്നു എന്നറിയാം. ഒരു പക്ഷേ ആ തന്ത്രത്തിലേക്കാണോ ഇദ്ദേഹം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ആ രണ്ടിലെയും വർഗീയവാദികളെ എതിർത്തുകൊണ്ട് ജനാധിപത്യവാദികൾക്കൊരു സ്പേസ് കൊടുത്തുകൊണ്ട് ഇടതുമുന്നണിയെ കൊണ്ടുവരാൻ ഈ ഇലക്ഷനിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കും. പക്ഷേ അത് എത്രത്തോളം വിജയിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഒരു ക്രെഡിബിലിറ്റി പ്രശ്നം ഉണ്ട്. പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിന് ഇന്ന് വളരെയേറെ പ്രസക്തിയും ഉണ്ട്. കാരണം നമ്മൾ മലയാളികളുടെ ഒരു ചിന്ത എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിഷ്പക്ഷനായ ഒരു മലയാളി, ഒരു ശരാശരി മലയാളിയുടെ ചിന്തയിലേക്ക് ഈ വർഗീയ ചിന്തയൊന്നും ആദ്യം വന്നിരുന്നില്ല. നമുക്ക് അത്തരത്തിൽ പ്രീണിപ്പിക്കുന്ന സർക്കാരുകളെയും പാർട്ടികളെയും നമുക്ക് അങ്ങനെ അംഗീകരിക്കാനും സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒരു കേരളത്തിന്റെ സംസ്കാരം, അങ്ങനെ തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ സംസ്കാരം അതാണ്. നമുക്ക് വർഗീയ ചിന്ത ഇല്ലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും കേരളത്തിന്റെ സംസ്കാരം വളരെ മാറിയിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. ഇന്ന് ഒരു എപ്പോൾ വേണമെങ്കിലും ഒരു സ്പാർക്ക് ഇട്ടുകൊടുത്താൽ ചിലപ്പോൾ കത്തിയേക്കും. പക്ഷേ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയില്ലെങ്കിൽ പോലും മനസ്സിൽ അത് കിടക്കുകയാണ്. മനസ്സിൽ അത് കത്താം.
അത്തരത്തിലൊരു വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ കേരളത്തിലെ എല്ലാ മുന്നണികൾക്കും പങ്കുണ്ട്. തീർച്ചയായിട്ടും അത് ഇടതുമുന്നണി ഈ ഒരു ലൈൻ 87 എടുക്കാൻ കാര്യം അതാണ്. മൂന്നാം മുന്നണി എന്ന് പറഞ്ഞ് ഹിന്ദു മുന്നണി അന്ന് ഒ രാജഗോപാലും മറ്റു പിന്നെ ഹിന്ദു നേതാക്കളെല്ലാം വളരെ ശക്തമായിട്ട് നിന്നതാണ്. പക്ഷെ അന്നൊരു EMSന്റെ ഒരു നയമാണ് EMS ഹിന്ദുക്കളോട് പറഞ്ഞത്. മുസ്ലിങ്ങളോട് ഇങ്ങനെ 8 കെട്ടും 10 കെട്ടും എന്ന് പറഞ്ഞെങ്കിലും ഹിന്ദുക്കളോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മതേതരത്വത്തിൽ വിട്ടു പോകുന്നത് നിങ്ങൾക്ക് നാണക്കേടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് NDP SRP എന്നിവർ ഈ UDFന്റെ മുന്നണിയിൽ ഇല്ലായിരുന്നിട്ട് പോലും അവരെ ചേർക്കാനായിട്ട് ഈ ഹിന്ദു മുന്നണിക്ക് അന്ന് കഴിഞ്ഞില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് മത്സരിച്ചത്. അവരും കൂടെ ചേർന്നിരുന്നെങ്കിൽ അന്നേ ഹിന്ദു മുന്നണി വലിയ ശക്തിയായി പോയേനെ. പക്ഷെ അതിന് തടയിടാൻ EMSന്റെ വളരെ പ്രചോദിതമായ സംസാരത്തിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്ത് കുറെ കൂടി പരിണതപ്രജ്ഞരായിട്ടുള്ള നേതാക്കളുടെ എണ്ണം കുറെ കൂടി ഉണ്ടായിരുന്നു, വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു അന്ന്. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ്റെ സ്റ്റാൻഡ്, പിണറായി വിജയൻ്റെ സ്റ്റാൻഡ് എല്ലാം, അത് പിണറായിയുടെയും VS അച്യുതാനന്ദൻ്റെ സ്റ്റാൻഡ് MERനെ എതിർക്കാൻ കൂടിയാണെങ്കിൽ പോലും EMSനോടൊപ്പം നിന്ന് ഭയങ്കര ശക്തമായ ഒരു നീക്കമാണ് നടത്തിയത്. അതുപോലെ അന്ന് നിന്നിരുന്ന സംസ്ഥാന കമ്മിറ്റി നേതാക്കളെല്ലാം തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വളരെ പ്രഗത്ഭരായിരുന്നു. അപ്പോൾ ആ ഒരു നേതൃത്വം അത് EMSന്റെ ആ ഒരു ഡയറക്ഷനും ആണെന്ന് അതിന് തുടക്കം കുറിച്ചത്. പക്ഷെ പിന്നീട് ഈ പിണറായി VS പോരുകൾ വന്നതാണ് ഇത് രണ്ടായിട്ട് ഇതിൻ്റെ ദൗർബല്യം വന്നതും. പിന്നീട് ഈ മുസ്ലിം ലീഗിനെ ഇത് കൂട്ടേണ്ടത് തൻ്റെ ആവശ്യമാണെന്ന് പിണറായി വിജയന് തോന്നുകയും ഒക്കെ ചെയ്തു. കാരണം VS അപ്പോഴും ഈ മതേതര സ്റ്റാൻഡിൽ തന്നെയാണ് നിന്നതെങ്കിലും പിണറായി വിജയന് പഴയ സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ് പലപ്പോഴും അവരുടെ നയത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പണ്ടൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കളെ നേർവഴിക്ക് നയിക്കുവാൻ സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ വളരെ കരുത്തരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും ഉണ്ടായിരുന്നു, റവല്യൂഷണറി സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു ഗൈഡൻസ് അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ പ്രചോദനമായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു ലാക്കിംഗ് കാണുന്നുണ്ട്. അന്നത്തെ സാമൂഹിക പരിവർത്തനത്തിന് തന്നെ ഉപകരിക്കുന്ന വിധത്തിലാണ് നമ്മുടെ സാഹിത്യകാരന്മാർ സംസാരിച്ചിരുന്നത്, പ്രവർത്തിച്ചിരുന്നത്. സുകുമാർ അഴീക്കോടിനെ ഉദാഹരണമായിട്ട് എടുക്കാം. ഈ പിണറായി വിജയൻ പിന്നെ അച്യുതാനന്ദൻ പോര് വന്നപ്പോൾ പോലും അദ്ദേഹം അതിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഒരു തിരുത്തൽ ശക്തി പോലെ നിൽക്കാനായിട്ട് കഴിഞ്ഞു. പിണറായി വിജയൻ അല്ല ഇപ്പോൾ VSനാണ് മുഖ്യമന്ത്രി സ്ഥാനം പോകേണ്ടതെന്ന് പറയാൻ വരെ അദ്ദേഹം ധൈര്യം കാണിച്ചു. അന്ന് ആരും പിണറായിക്കെതിരെ അങ്ങനെ പറയില്ല. അത്തരത്തിൽ ശക്തമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ കഴിഞ്ഞു. അതുപോലെ അദ്ദേഹം പറഞ്ഞു, അന്നൊരിക്കൽ ഞാൻ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ പോര് നടക്കുമ്പോൾ ഈ ഇടതുമുന്നണി CPM തകർന്നു പോയില്ലേ എന്ന് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി, CPM ഒരിക്കലും തകരില്ല. നേതാക്കളിൽ ചില കുഴപ്പങ്ങളൊക്കെ കാണിച്ചാലും അണികൾ ആദർശാധിഷ്ഠിതമാണ്. ആദർശാധിഷ്ഠിതമായ അണികൾ ഉള്ളിടത്തോളം കാലം ഈ പാർട്ടി ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ് അന്ന് അഴീക്കോട് മാഷ് പറഞ്ഞത്. അത് വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം നല്ലൊരു സ്ട്രക്ചർ അവർക്കുണ്ട്, അടിത്തട്ടിൽ പ്രവർത്തനം സുശക്തമാണ്, ആദർശാധിഷ്ഠിതവുമാണ്. അതാണ് അതിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതൊരു സത്യമാണ്. അതെ, അതിനൊരു ലാക്കിംഗ് ഉണ്ടാകുന്നുണ്ട്. മറുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ UDFന്റെ അടുത്ത് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇല്ലാതിരിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. അതെ, അത് പൊതുവിലെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. എന്നാൽ പോലും അത് ഇടതു മുന്നണിക്ക് അങ്ങനെ വരുമെന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമല്ല. ഞാൻ ഈ പീറ്റർ മിൽട്ടറുടെ സംസാരത്തിനിടയ്ക്ക് EMS പറഞ്ഞ ഒരു കാര്യം കൂടെ ഓർക്കുകയാണ്. കേരള ഈസ് ബ്യൂട്ടിഫുൾ, കേരള ഈസ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം 2-3 അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ EMS പറഞ്ഞത് കേരള ഈസ് ഗ്രീൻ ബിക്കോസ് കേരള ഈസ് റെഡ് എന്നാണ് പറഞ്ഞത്. കേരളം ഹരിതാപമായിരിക്കുന്നത് കേരളം ചുവന്ന മണ്ണിൻ്റെ നാടായതുകൊണ്ടാണ്, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. പ്രകൃതിയായാലും പ്രകൃതി സംരക്ഷണമായാലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയായാലും സാമൂഹിക സന്തുലിതാവസ്ഥയായാലും മതസൗഹാർദ്ദവും മതസന്തുലിതാവസ്ഥയും ജനാധിപത്യവും വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ നിലനിർത്താൻ ഒരു ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷ മുന്നണി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് EMS എന്ന് പറഞ്ഞു വെച്ചത്. ഇന്നത് തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതെ, അതിൻ്റെ ചില നിഴലുകൾ മാത്രമേ നമുക്കിന്ന് കാണാനുള്ളൂ. അതിൻ്റെ ആ യഥാർത്ഥ രൂപം ഇന്ന് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേറൊരു ദുരന്തവും. എന്നാലും നമുക്ക് തിരിച്ച് നമ്മൾ ഇപ്പോൾ തുടങ്ങിയ പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇടതുമുന്നണിക്ക് മാറാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ മാറ്റത്തിൻ്റെ ഒരു ശ്രമം നടത്തുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്.
ഈ മാറ്റത്തിൻ്റെ ശ്രമങ്ങൾക്ക് പക്ഷേ തിരിച്ചടി പഴയതിനേക്കാളും ശക്തമായിരിക്കും, വെല്ലുവിളി ശക്തമായിരിക്കും. ഈ കാരണം ഇന്ന് മതശക്തികളുടെ അല്ലെങ്കിൽ ഈ ചില മതസംഘടനകളുടെ എതിർപ്പ് അത് എല്ലാ വശത്തും നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ വെല്ലുവിളിയെ നിലവിലെ സാഹചര്യത്തിൽ എത്രത്തോളം സ്ട്രോങ് ആയി ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ ഫൈറ്റ് ചെയ്യാൻ പാടാണെന്നുള്ളതാണ് EMSൻ്റെ വാക്കുകൾ തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. ഇതൊരു അണ്ടർ വാട്ടർ സബ്മറൈൻ ആയിരുന്നത് ഏതാണ്ട് ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു കഴിഞ്ഞു. കേരള രാഷ്ട്രീയത്തിലും ഹിന്ദു മുന്നണി അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ, ഹിന്ദു പാർട്ടി, BJP ഒക്കെ ശക്തമായി കഴിഞ്ഞു. അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും മുസ്ലിം പാർട്ടികളും വേറൊരു സബ്മറൈനുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഇമേജ് സൃഷ്ടിക്കാൻ സാധിച്ചാൽ ഈ വെല്ലുവിളികളെ ഫൈറ്റ് ചെയ്തുകൊണ്ട് അങ്ങനൊരു ഇമേജിലേക്ക് ഉയരുവാൻ ഇടതുമുന്നണിക്ക് ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം. സമയം കുറഞ്ഞുപോയി. EMS 87-ൽ വരുന്ന ഇലക്ഷന് പരിപാടി തുടങ്ങിയത് 85-ലാണ്. ഓക്കെ, 2 വർഷം മുമ്പേ 2 വർഷം മുമ്പേ 84-ൽ ഒരു ചൂണ്ടുവല കിട്ടി. ഇവിടെ തിരുവനന്തപുരത്തെ ഇലക്ഷൻ ഹിന്ദു മുന്നണി കേരളവർമ്മ 1,10,000 വോട്ട് പിടിച്ച് അന്ന് അദ്ദേഹം നിശ്ചയിച്ചു ഇത് പൊളിച്ചേ പറ്റുള്ളൂ. അതിന് അദ്ദേഹം അന്നേ പണി തുടങ്ങി. 85-ൽ തുടങ്ങിയ പണിയാണ് 87-ൽ അദ്ദേഹം വിജയത്തിലെത്തിച്ചത്. 2 വർഷം അദ്ദേഹം നാട് മുഴുവൻ നടന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, വർഗീയത കുഴപ്പമാണ്, ന്യൂനപക്ഷ വർഗീയത അതിനേക്കാൾ കുഴപ്പമാണ്, അത് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമാകും, ഭൂരിപക്ഷ വർഗീയതയുള്ളവരോടും പറഞ്ഞ് നിങ്ങൾ പിന്നെ ജാതിയും മതവും ആയിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നാണക്കേടാണ്, ഹിന്ദുവിൻ്റെ അടിസ്ഥാനം ലിബറലാണ്, ലിബറലിസമാണ് എന്നൊക്കെ പറഞ്ഞ് അത് അവിടെയും പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടിടത്തും പറഞ്ഞ് ഇദ്ദേഹം ഇത് കുളവാക്കുമെന്നാണല്ല. ഞാൻ ഗസ്റ്റ് ഹൗസിൽ കേട്ടതാണ്, ചില ഉന്നത നേതാക്കൾ തന്നെ പറയുന്നു മൂപ്പിലാൻ്റെ കാലം കഴിഞ്ഞു, മൂപ്പിലാൻ ഇപ്പോൾ അവിടെ പോയി ജനറൽ സെക്രട്ടറി ആയി, ഇനിയിപ്പോൾ കേരളത്തിൽ ആരും ഭരിക്കേണ്ടെന്നായിരിക്കും അദ്ദേഹം വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശരീരത്തിനെയും 8 കെട്ടും 10 കെട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര വലിയ ശക്തിയിൽ സംസാരിക്കുന്നത് എന്ന് വരെ പറയുകയുണ്ടായി. പക്ഷേ അത് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചു എന്നുള്ളതാണ്. ശക്തമായൊരു LDF ഗവൺമെൻറ്, ജനാധിപത്യ ഗവൺമെൻറ്, തൊഴിലാളികളുടെ ഗവൺമെൻറ് ഇവിടെ ഉണ്ടാക്കാൻ 87-ൽ നായനാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞത് EMSൻ്റെ ഏതാണ്ട് 2-3 വർഷം മുമ്പേ ഉള്ള ശ്രമമാണ്. പക്ഷേ നമ്മളിനി 2-3 മാസങ്ങളേ ഉള്ളൂ. 2-3 മാസത്തിനിടയ്ക്ക് അത്തരത്തിലൊരു സാധനത്തിന് മുന്നോട്ടിറങ്ങിയാൽ വിജയിക്കുമോ എന്നുള്ളത് CPMന് കണ്ടറിയേണ്ട ഒരു കാര്യം മാത്രമായിരിക്കും. രണ്ടാമതൊരു പ്രശ്നം, അദ്ദേഹം പറഞ്ഞ പോലെ സബ്മറൈനുകൾ ഉയർന്നു കഴിഞ്ഞു. സബ്മറൈൻ ഉയർന്നു കഴിഞ്ഞു. പണ്ട് പിന്നെ ജലത്തിനടിയിൽ കിടന്നതെല്ലാം ഉയർത്തയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വാർ നടക്കുമ്പോൾ ആ വാറിനിടയിൽ അത്തരത്തിലൊരു മുന്നണിക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് തക്ക നേതാവ് വേണം, അതിന് തക്ക വാക്ചാതുരി വേണം, EMSനെ കുറിച്ച് പോലെയുള്ള ആശയ ഗാംഭീര്യം വേണം. EMSന് തുറന്നു പറയാൻ മടിയില്ലായിരുന്നു. പിന്നെ ഇപ്പം തന്നെ സമസ്ത ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നു ഓണത്തിനും പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസിനും ഒക്കെ ഉള്ള അവധി ദിവസങ്ങളിലേക്കാണ് വിദ്യാഭ്യാസം പിന്നെ മെയിൻ വിദ്യാഭ്യാസ ദിനങ്ങൾ മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് മതപഠനത്തിന് സൗകര്യം കൊടുക്കണമെന്നാണ്. ഇത് തിരിച്ചൊന്ന് ചോദിക്കാവുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ, തിരിച്ചായിക്കൂടെ? ഓണത്തിൻ്റെ അവധിക്ക് നിങ്ങൾക്ക് മതപഠനം നടത്താമല്ലോ, ക്രിസ്മസിൻ്റെ അവധിക്ക് നിങ്ങൾക്ക് മതപഠനം നടത്താമല്ലോ എന്ന് ചോദിക്കാൻ നാവുള്ള നേതാക്കൾ ഇന്ന് ഇല്ലാതായിപ്പോയിരിക്കുന്നു. അവിടെ ഒരു പ്രശ്നം. EMS ആണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ പറയും, അങ്ങനെ തന്നെ പറയാൻ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്ത രീതിയിൽ പറയാനായിട്ടുള്ള വാക്ചാതുര്യവും ആശയചാതുര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ആശയ ഗാംഭീര്യവും ദീർഘവീക്ഷണവും ഇന്നത്തെ CPMലെ എത്ര നേതാക്കൾക്കുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഈ തന്ത്രം വിജയിക്കുമോ ഇല്ലയോ. പക്ഷേ ഈ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റുവാൻ തക്ക ഒരു സാഹചര്യം നിലവിലുണ്ടോ എന്നുള്ളതാണ്. കാലം മാറി, 80-കൾ അല്ല ഇപ്പോൾ 2025-ലേക്ക് എത്തുമ്പോൾ സാഹചര്യം മാറിയിരിക്കുകയാണ്, ചിന്താഗതികൾ മാറിയിരിക്കുകയാണ്, ലോകക്രമം മാറിയിരിക്കുകയാണ്, ജീവിതത്തിൻ്റെ വേഗത മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ തന്നെ അനുസരിച്ചാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഇടതുപക്ഷം വാദിക്കുമ്പോൾ പിണറായി വിജയൻ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവരുടെ പ്രശ്നം അതല്ല, ഇടതു മുന്നണിയിൽ നിന്ന് ഹിന്ദുക്കളുടെ വോട്ടും പോകുന്നു, മുസ്ലിങ്ങളുടെ വോട്ടും പോകുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ നിലമ്പൂർ കണ്ടില്ലേ, അൻവർ 20,000 വോട്ട് പിടിച്ചു, BJP പിന്നെ അതുപോലെ തന്നെ പിന്നെ മുസ്ലിം സംഘടനയും കൂടെ ചേർന്നുകൊണ്ട് 10,000-ഓളം വോട്ട് പിടിച്ചു. 8,500-ഉം 2,500-ഉം അങ്ങാണ്ട് പിടിച്ചിട്ട് SDPI കൂടെ ചേർന്നുകൊണ്ട് 10,000 വോട്ട് പിടിച്ചു. എന്നിട്ടും ഇവിടെ ഭൂരിപക്ഷം 12,000-ഓളം വന്നു. അപ്പോൾ എത്രയാണ്, 43,000-ഓളം വോട്ട് മാറിപ്പോയിരിക്കുകയാണ്. എന്നിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഈ വിധത്തിൽ നമ്മൾ ഒരു സങ്കീർണമായൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പണ്ട് EMS നേരിട്ട ഒരു സാഹചര്യമല്ല, അതിനേക്കാൾ സങ്കീർണമാണ് ഇന്നിപ്പോൾ. കാരണം ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്തു, ഇടയ്ക്ക് നേട്ടങ്ങൾക്ക് വേണ്ടി, വോട്ടുകൾക്ക് വേണ്ടി നടത്തിയ ചില വിട്ടുവീഴ്ചകൾ ഇന്ന് വലിയ വലിയ മതിലായി മുന്നിൽ നിൽക്കുകയാണ്, പ്രതിസന്ധിയായി നിൽക്കുകയാണ്. ഈ ചലഞ്ചിനെ മറികടക്കാൻ സാധിക്കേണ്ടിയിരിക്കുന്നു പിണറായി വിജയനും കൂട്ടർക്കും. അത് കഴിയുമോ എന്നാണ് ഉറ്റുനോക്കേണ്ടത്. കാലം ആഗ്രഹിക്കുന്നത് ഒരു സമ്മർദ്ദ ശക്തികൾക്കും വഴങ്ങാത്ത സത്യസന്ധമായ ഭരണരീതിയാണ്, മുന്നണിയാണ്. അത് ആർക്കും
ഒരു അനാവശ്യ ഓഫറുകൾ നൽകാതെ, വിട്ടുവീഴ്ചകൾ ചെയ്യാതെ, ജനനന്മ മാത്രം മുന്നിൽ നിർത്തി, ആ ഒരു നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു കാര്യമാണ് എങ്കിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ തൻ്റെ ഇടത്തോടുകൂടി ആർജവത്തോടുകൂടി മുന്നിൽ നിന്ന് ആര് നയിച്ചാലും അവർക്കൊപ്പം നിൽക്കും. അവിടെ ഹിന്ദു ഒരു വഴിക്ക് ചിന്തിക്കില്ല, മുസ്ലിം വേറൊരു വഴിക്ക് ചിന്തിക്കില്ല. ഇവർ പറയും, ക്രിസ്ത്യാനികളും അങ്ങനെ മാറി ചിന്തിക്കില്ല. ഇവർ പറയും ഇതാണ് നേതാവ്, ഇതാണ് ആർജവം, ഇതാണ് വേണ്ടത് നാടിന് എന്ന് പറയും. അങ്ങനെ പറയിക്കാൻ സാധിക്കുമോ പിണറായി വിജയനും കൂട്ടർക്കും? അതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.